തീർച്ചയായിട്ടും ജയലക്ഷ്മി, തിരക്കിന് യാതൊരു കുറവുമില്ല. തിരക്ക് കൂടി വരുന്നതല്ലാതെ ഒരു കുറവുമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ചാല മാർക്കറ്റിനോട് തൊട്ട് എതിർവശത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതിന് മുന്നിലാണുള്ളത്. അവിടെ വഴിയോര കച്ചവടം ഇങ്ങനെ തകൃതിയായി നടക്കുന്നു. ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്ക് ക്യാമറ സ്ക്രീനിൽ കാണാം. നാളെ തിരുവോണ പുലരിയിലേക്ക് വീണ്ടും ഉദിച്ചു വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്, ഭക്തരെത്തുന്നുണ്ട്. അതിന് തൊട്ടു മുന്നിൽ വലിയ തിരക്കാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടെ എത്തി ക്ഷേത്ര സന്ദർശനം നടത്തിയതിനു ശേഷം ഇവിടെ ഈ വഴിയോരത്തുള്ള തെരുവുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച് മടങ്ങുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അത്രയധികം തിരക്ക് ഇപ്പോഴും തിരുവനന്തപുരത്ത് നഗരപ്രദേശത്ത് ചാല മാർക്കറ്റിൽ എല്ലാം തന്നെ ഉണ്ട്. വലിയ ഗതാഗത കുരുക്ക് ആണ് പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. കാരണം ഈ ഉത്രാടത്തിന്റെ ആ ദിവസമാണ്, ആ പാച്ചിലാണ് ആളുകൾ ഇവിടെ നിന്നും മറ്റ് ജില്ലകളിലേക്ക് ഇവിടെ താമസമാക്കിയവരെല്ലാം തന്നെ മടങ്ങുന്നത്. ഈ കച്ചവടക്കാർ അവർ അവസാന ഘട്ടത്തിൽ അവരുടെ സാധനങ്ങളെല്ലാം വിറ്റഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നേരത്തെ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ പലരും പറഞ്ഞു കച്ചവടമൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇനി ഏതായാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇനിയും കുറേ നേരവും കൂടി ഏതായാലും ഇങ്ങനെ ഈ തെരുവ് ഇത്തരത്തിൽ സജീവമായി ഉണ്ടാകും എന്നുള്ളതാണ്.